സൂര്യ കോമഡിയുടെ എല്ലാ പ്രേക്ഷകർക്കും കുക്കോ കുക്കിന്റെ പുതിയൊരു ഗ്രാൻഡ് എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഞായറാഴ്ച ഇപ്പോൾ വന്നേക്കുവാണ്. ആർക്കൊക്കെയാണ് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ഒക്കെ വരുന്നത്, എപ്പോഴെങ്കിലൊക്കെ യുണീക്ക് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് വരുന്ന ഫുഡ് കഴിക്കാൻ ആഗ്രഹമില്ലാത്ത ആൾക്കാരായിട്ട് ആരും ഉണ്ടാവത്തില്ല. അപ്പോൾ എനിക്ക് തന്നെയാണെങ്കിലും നമ്മൾ നോർമലി എല്ലാ ദിവസവും കഴിക്കുന്ന ഫുഡിനെക്കാട്ടും കുറച്ച് വ്യത്യസ്തമായിട്ട് കഴിക്കാൻ എപ്പോഴെങ്കിലൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും കറക്റ്റ് ഉച്ചയ്ക്ക് തന്നെ വന്നിട്ട് നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ് വെറൈറ്റീസ് തരുന്നത്. സോ ദാറ്റ് നിങ്ങൾക്കാണെങ്കിലും അത് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ കലവറ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പം നമുക്ക് ബ്രെഡ് ക്രംസ് കാണാം, ഫിഷ് ഉണ്ട്, അഗൈൻ മുട്ട കാണുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നമുക്ക് എന്തോ ഒരു ഫ്രൈ ആയിട്ടാണ് തോന്നുന്നത്. പക്ഷെ നമുക്കറിയാലോ വ്യത്യസ്തത എന്നുള്ളൊരു ഫാക്ടർ വരുന്നതുകൊണ്ട് തന്നെ അത് ഷെഫ് നളനും ആയതുകൊണ്ട് തന്നെ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്, എന്ത് ടൈപ്പ് ഓഫ് ഫ്രൈ ആണ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതിന് നമ്മൾ നമ്മുടെ ഷെഫിനെ തന്നെ ഇൻവൈറ്റ് ചെയ്യണം. സോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് ആദ്യം നമ്മുടെ ഷെഫിനെ ഇൻവൈറ്റ് ചെയ്യാം, എന്നിട്ട് ബാക്കി കലാപരിപാടിയിലേക്ക് നടക്കാം അല്ലേ. അപ്പോൾ ലെറ്റ്സ് ഇൻവൈറ്റ് ഷെഫ് നളൻ. താങ്ങുന്നില്ല, ആരും പറഞ്ഞില്ല. വെൽക്കം ടു ദ ഷോ. എന്തൊക്കെയുണ്ട്? അല്ല, ആദ്യം തന്നെ ഇത്രയൊക്കെ താങ്ങാൻ പറ്റിയില്ല. ഉച്ചയ്ക്ക് ബിരിയാണി അല്ല കഴിച്ചത്, അതുകൊണ്ടാണ്. പക്ഷെ ഇത്ര ഞാൻ പുട്ടാണ് കഴിച്ചതാണ് എനിക്ക് കുറച്ചുകൂടി ഒരു അടിപൊളി അടിപൊളി. അപ്പൊ ഇത്രയും സാധനങ്ങളാണ്. അപ്പൊ നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? നമ്മൾ വാട്ടർമെലൻ പൊരിച്ച് തിന്നാൻ പോകുന്നു. പിന്നെ നമുക്ക് അഖിലിന് സർപ്രൈസ് കൊടുക്കണ്ടേ? പറഞ്ഞപ്പോഴത്തേക്കും ആരാന്നുള്ളത് നമ്മളോട് ഓൾറെഡി കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടായിരുന്നതാണ്. ഇന്നും കുട്ടിക്കാലം സൂക്ഷിക്കുന്ന നമ്മളുടെ കുട്ടി അഖിലിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം വേദിയിലേക്ക്. വെൽക്കം നമ്മുടെ അഖിൽ ചേട്ടൻ. അൾട്ടിമേറ്റ് കുട്ടിക്കുട്ടൻ. കണ്ണാടിയൊക്കെ വെച്ച് അല്ലല്ല, കഴിഞ്ഞ എപ്പിസോഡിൽ കുറെ പൊട്ടിത്തെറിച്ചായിരുന്നു. കണ്ണെങ്കിലും ഞാൻ ഇന്ന് സേവ് ചെയ്യും. മൊത്തം പ്രൊട്ടക്ഷനാ. ഇതെന്ത് തണ്ണിമത്തം വെച്ചിട്ടാണ് ഇന്നത്തെ ഫുഡ് ഐറ്റം. എന്തായിരിക്കും? തണ്ണിമത്തം വെച്ചിട്ട് ജ്യൂസ് അടിച്ചു കൊടുക്കും, പൊങ്കാലി കൊടുക്കുമ്പോൾ. നമ്മൾ തണ്ണിമത്തം പൊരിച്ച് തിന്നാൻ പോവാം. തണ്ണിമത്തം പൊരിച്ചിന്നു പൊളിച്ചിന്നോന്നാണോ പൊരിച്ചിന്നു? ആരും പൊരിച്ചു തന്നിട്ടുണ്ടോ? ആദ്യമായിട്ടാണത് കേൾക്കുന്നത് തന്നെ. അപ്പൊ എന്താണെന്നുള്ളത് ഇതിന്റെ പേരെന്താ? ഇത് ഷെഫിന്റെ ലാബാണ്. അതെ, ഷെഫ് ഇവിടെ ഓരോന്ന് പരീക്ഷിക്കും. വലിയ ശാസ്ത്രജ്ഞർ എലിയൊക്കെ കൊണ്ടുവച്ചിരിക്കില്ല, ഓരോ മരുന്ന് പരീക്ഷിക്കാൻ. അതുപോലുള്ള എലിയാണ് നമ്മള്. അല്ല, കഴിഞ്ഞ എപ്പിസോഡ് പോയി കഴിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു? വീട്ടിൽ പോയി ട്രൈ ചെയ്തായിരുന്നു? നല്ലായിരുന്നു. ട്രൈ ചെയ്തായിരുന്നു. എല്ലാവർക്കും ഞാൻ ഷെഫ് ഉണ്ടാക്കിയല്ല, ഞാൻ ഉണ്ടാക്കിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ ഉണ്ടാക്കിയത് അപ്പൊ മലപ്പുറം കത്തിയോട്ട് മോഡേൺ മെഷീൻ കണ്ടവരുണ്ട്, പലരും ടൂൾസുകളാണ്. എന്തൊക്കെയാണ് വിശേഷം എന്ന് അഖിൽചനോട് ചോദിക്കാൻ. എന്തൊക്കെയാണ് വിശേഷം ഈ കഴിഞ്ഞ രണ്ടാഴ്ചയിൽ? എന്തൊക്കെയായിരുന്നു? നല്ല വിശേഷം. നമുക്ക് കത്തിയോട് മാറ്റി വെച്ചിട്ട് സംസാരിക്കാം, അതല്ലേ നല്ലത്? എന്തൊക്കെ അല്ല, ഇരിക്കട്ടെ. അല്ല, ഞങ്ങൾ കുഴപ്പമില്ല, ഞാന് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഷെഫ് ഇവിടെ എന്താണ് പരിപാടി എന്ന് കാണാൻ. ഞാൻ ടവലെടുത്ത് പോക്കറ്റ് വെച്ചോ? നമുക്ക് ടവൽ അവിടെ പോരെ? ഞാനും പോക്കറ്റ് വെക്കണം. പോക്കറ്റ് നിർബന്ധമൊന്നുമില്ല, ചുമ്മാ ഷോ. ഇത് കഴിക്കാൻ ഇത് തണ്ണിമത്തം കഴിക്കാനുള്ളതല്ലേ? എപ്പിസോഡ് തീരുന്നവരെ തന്നെ പഴുത്തതാണോ? എനിക്ക് ചെറുത്, നിങ്ങൾക്ക് വലുത്. കോളേജില് റാഗിങ് കോളേജിലെ സീനിയേഴ്സ് അങ്ങനെ എന്തോ ഇട്ട പേരല്ല, എനിക്കറിയാം. ഒന്നെന്നാലും കഥ ഒന്ന് പറഞ്ഞു. അതെ, ഞങ്ങൾ 90s കിഡ്സ് ആണല്ലോ. അപ്പോൾ ആ സമയത്ത് ആര് ജനിച്ചാലും ആകെ 3-4 പേരേ ഉള്ളൂ എല്ലാ പിള്ളേർക്കും. വിഷ്ണു, അഖിൽ, അങ്ങനെ കുറച്ച് പേരല്ലേ ഉള്ളൂ. എനിക്ക് ആരും ഇടാത്ത പേരാണ് എൻ്റെ വീട്ടുകാർ എനിക്ക് അഖിൽ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കോളേജ് ചെന്ന സമയത്ത് 15 അഖിലുണ്ടായിരുന്നു മൊത്തം. അപ്പം അയ്യോ, അവസാനം എന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സീനിയേഴ്സ് ഇട്ട പേരായിരുന്നു കുട്ടി. പിന്നെ അത് കഴിഞ്ഞ് ടി വിയിലൊക്കെ വന്നപ്പോഴേ വേറൊരു അഖിലും കൂടെ വന്നു. പിന്നെ അയ്യോ, ഞാൻ വന്ന എന്തിനാന്ന് മറന്നുപോയി. നമ്മള് കുട്ടികളുടെ കഥയൊക്കെ പറഞ്ഞ് ഇത് എന്താ ചെയ്തത് കണ്ടായിരുന്നല്ലോ അല്ലേ? അതെ. ഇത് വെള്ളമാണ്.
നമ്മൾ വെള്ളം ഒഴിച്ചേ. ഓക്കെ. നീ പറഞ്ഞില്ല എന്ന് വേണ്ട, ഞാനെങ്ങാണ്ട് ഇവിടെ ടവൽ ഇങ്ങനെ എടുത്ത് കുത്തിയപ്പോഴത്തേക്ക് എന്നെ കളിയാക്കി. ചെയ്തോ, ഞാൻ ഭയങ്കര കേട്ടെ ചെയ്യോ. ഞാൻ ചെയ്യാം, അറിയാലോ. ഓക്കെ, വെള്ളം ഒഴിച്ചു. ഷെഫ് എത്ര വെള്ളം ഒഴിച്ചത്? ഞാൻ കണ്ടായിരുന്നു. അത് മൊത്തം ഒഴിച്ചു. ഓക്കെ, ഉപ്പിട്ട്. ആരാണ് ഉപ്പ് കൊടുത്തോണ്ട് പോയത്? ഷെഫ് ഇച്ചിരി പതുക്കെ പോവാ, കുറച്ച് ഒരു മനസാക്ഷിയുള്ള ഒരു. അല്ല, ഞാൻ പതുക്കെ അപ്പുറത്ത് ചെക്കിംഗ് ഉണ്ട്. ഞാൻ പതുക്കെ. അതെന്താ കുമിന? കുമിന. കുമിന. ഈ കുമിന്റെ ബഹളം അല്ലേ ഇവിടെ? ഇവിടെ കുമിനോട് കുമിന ഇതിടുന്നില്ല നമ്മള്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കൈ പൊള്ളി. അത് മൊത്തം ഇടണ്ട കേട്ടോ. കൊഞ്ച് കുത്തിയതാ. പോരെ? മതി 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 മതി, നമുക്ക് കുറച്ച് മതി. കുറച്ച് മതി, നടക്കുന്ന കാണാനുണ്ടല്ലോ. വേണ്ട, ഇവിടെ അല്ല. പിന്നെ അടുത്തത് കുറച്ച് ആ സംഭവം ഇട്ടു, കുമ്മിന്. ഇതിലേതാ കുമിൻ? നടുക്കത്തെ ഇതാണോ? അതല്ല കുമിൻ, അതാ കുമിൻ. ഇതാണോ കുമിൻ? അതെ. അല്ല, പുള്ളിയിലിപ്പോ പറ്റിക്കും. ഇല്ല, അതെന്നെ ഇട്ടെ, അതെന്നെ ഇട്ടെ. ഞാൻ നോക്കിയായിരുന്നു. മറ്റേ CBI ഓഫീസർ പോലെയാണല്ലോ ഇത് ചെയ്യണത്. ഷെഫേ, ഇത് ബോറടിക്കുന്നോണ്ട് ചെയ്യുന്നതാണോ അതോ ഇത് ആവശ്യമുള്ളതാണോ? അതെനിക്കറിയത്തില്ല. നിങ്ങൾ നോക്കി പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ ആവശ്യം. പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യം ആർക്കും പറഞ്ഞു കൊടുക്കുക. അല്ല, അങ്ങനെയല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഷെഫ് പറഞ്ഞു തരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇല്ല, കണ്ടുപിടിക്കുമെന്നാ എന്റെ പ്രത്യേകം. അതായത് ചെത്തുന്നുണ്ട്, അതിന്റെ തൊലി ചെത്തി കളഞ്ഞിട്ട് അങ്ങോട്ടിട്ട് ഫ്രൈ. എനിക്ക് ചെറിയ കത്തി വരും. കുട്ടിയൊക്കെ ഇത് പറ്റിക്കുന്നില്ല, സത്യം പറഞ്ഞു. അതുണ്ടോ ഇതിൽ? ചിലപ്പോ ഇതൊക്കെ ചെയ്തിട്ട് അവിടെ മാറ്റി വെച്ചിട്ട് അവിടെ കിടക്കട്ടെ എന്ന് പറയും. എങ്ങനെയാണ് ഷെഫിന്റെ ഒരു ഡേ ഇൻ യുവർ ലൈഫ്? എന്റെ വളരെ സിമ്പിളാണ്. എന്താണ് ഒരു ഷെഫിന്റെ ഡേ ഇൻ മൈ ലൈഫ് അറിയാനുള്ള ഒരു ആഗ്രഹം? ഷെഫിന്റെ ഡേ നമ്മൾ അറിയത്തില്ല. എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ജീവിതത്തിന് 3 തിരിക്കും ഒരു ദിവസം. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം. അതാണ് ഞാൻ 3 തിരിക്കും. അല്ല, ഞാൻ 2 തിരിക്കുള്ളൂ. എനിക്ക് രാവിലെ എണീക്കൂല, എനിക്ക് ഉച്ചയും രാത്രി മാത്രമേ ഉള്ളൂ. ഉച്ചക്കാണ് എണീക്കുന്നത്. രാത്രി എപ്പോ കിടക്കും? 4 മണി. ചില ദിവസങ്ങളിൽ 3 മണിയും. അപ്പൊ അല്ലാണ്ട് നേരത്തെ കിടന്ന് ഉറങ്ങാറേ ഇല്ലേ? ഇല്ല, 10-11 മണിക്ക്. അല്ല, രാവിലെ ഷൂട്ട് ഉണ്ടെങ്കിൽ നേരത്തെ ഉറങ്ങും. ഓക്കെ. തണ്ണിമത്തൻ എടുക്കുക, ഇത് ജ്യൂസിന് മാറ്റുക. അത് നമുക്ക് തിന്നാം. അബദ്ധത്തിൽ പറഞ്ഞു പോയി. ഈ തണ്ടിന്റെ തൊലി കളഞ്ഞിട്ട് അതിനകത്ത് ആ വെള്ളരിക്ക കൊടുത്ത് തണ്ടെടുക്കുക. നല്ല മധുരമുള്ള വാട്ടർമെലൻ ആണ്. ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നതാണ് നമ്മൾ അറിയുന്നത്. പുള്ളി ലാസ്റ്റ് ലാപ്പിൽ കൊണ്ട് റിലേയിൽ ഓടുമ്പോൾ ഓടി ജയിച്ചത്. ഇങ്ങോട്ട് എടുത്തിട്ട് ഞാൻ അപ്പഴേ നമ്മൾ ഫിഷ് ഫിംഗറിന്റെ സൈസിൽ അത് കട്ട് ചെയ്യാം. നേരത്തെ ഇട്ട മുളകുപൊഞ്ച്, വെള്ളം, ചെറിയ കുമിൻ പൗഡർ, സോൾട്ട്, ഇതെല്ലാം ഇട്ട വെള്ളത്തിലേക്ക് നന്നായിട്ട് വെട്ടിത്തിളയ്ക്കുന്ന രീതിയിൽ ഇടുക. അത് തിളയ്ക്കാൻ വിടുക. ഇത്ര ഇട്ടാൽ മതി? ഇല്ലല്ല, ഇനി ഒരുപാട് ഇടാം. വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളുടെ അപ്പൊ ഇത് കഴിയാറായി എന്നാണ് പറയുന്നത്. ഈ സംഭവത്തിൽ ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഉണ്ടാക്കുന്നത്. അതെ, ഫ്രഞ്ച് ഫ്രൈസ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വാട്ടർമെലൻ ഫ്രൈഡ് ഫ്രൈസ്, ഫിഷ് ഫിംഗേഴ്സ്. ഫിഷ് ഫിംഗേഴ്സ്. ഹലോ, കുട്ടിക്കൊന്നും അറിയത്തില്ല. വാട്ടർമെലൻ ഫിഷ് ഫിംഗേഴ്സ്. ഷെഫേ, എൻ്റെ ഒരു 5 മിനിറ്റ് എടുക്കട്ടോ. എടുക്കട്ടെ. അത്ര സമയം എടുക്കണം. പിന്നെ ഒന്ന് സ്ലോലിയാണ് നമ്മൾ. ടൈം ടേക്സ് എവറിത്തിങ്. അതിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ചവച്ചോണ്ടി ഇത് ചവക്കാം. ഒരു ബൈറ്റ് എടുത്തോളൂ. ഒരു ബൈറ്റ് എടുത്തോളൂ. ഇതൊന്ന് ഡ്രൈ ആക്കാനാണ്. എന്താണ്? കൊള്ളാം. അപ്പൊ അതൊക്കെ കഴിക്കാം. ഓക്കെ, നമ്മളും എടുത്തിട്ട് ഇങ്ങനെ ഇടണല്ലോ. നമ്മുടെ വൈറ്റ് പ്ലേറ്റ് എന്ത് ചെയ്യാം? ഞാനൊന്ന് പ്ലേറ്റ്. അല്ല, നമ്മുടെ ആയിട്ടില്ല. ഞാൻ ഇങ്ങോട്ടേക്ക് സൈഡിലേക്ക് എടുത്ത് വെക്കാം. അത് കഴിഞ്ഞ് നമ്മുടേത് പല സൈസിലാട്ടോ. പക്ഷെ അത് കാണുമ്പം ഇത് കണ്ട അതുപോലെ ആയിരിക്കില്ല. നമ്മുടെ തരുമ്പം ഭയങ്കര ഭംഗിയായിരിക്കും. ഞാൻ ഈ ബട്ടർ പേപ്പറും കൂടെ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ഇതാക്കി വെക്കാം.
ഓക്കെ അല്ലേ? ഓക്കെ, നമ്മൾ ബട്ടർ പേപ്പറിലോട്ട് ഷെഫ് ഭയങ്കര സെൽഫിഷ് ആവുന്നുണ്ട് കേട്ടോ. അതെ, ഞാൻ പണ്ടേ അങ്ങനെ അങ്ങനെ പറയരുത്. സെൽഫിഷ് ആണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യരുത്. നമ്മളപ്പോൾ അതിൽ മാറണം. ഇത് കഴിഞ്ഞിട്ടേ ഷെഫ് എന്ത് ചെയ്യുന്നു നോക്കിക്കോളാം. ഷെഫ് ഒരു മിനിറ്റ് അവിടെ നിന്നേ. അവിടെ നിന്ന് അനങ്ങാണ്ടിരിക്കും. സ്റ്റിൽ അല്ല, ഇത് എന്ത് പൊടിയാന്നൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇത് നമ്മളിപ്പം ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ബേസിക്കലി അമേരിക്കൻ ഫ്ലവർ ഉണ്ട്, പിന്നെ കോൺ സ്റ്റാർച്ച് ഉണ്ട്, പിന്നെ അതിനകത്ത് നമ്മൾ കുറച്ച് ഇത് ഓസ്ട്രേലിയയിലെ ക്രിക്കറ്റ് കളിക്കാരുടെ പേര് പോലെ ഇരിക്കുന്നത്. മലയാളത്തിൽ പറ ഷെഫ്, ഇത് മനസ്സിലാവട്ടെ. ഇത് സ്റ്റീവ് ലോപ്പസ് എന്നൊക്കെ പറയും പോലെ. കോൺഫ്രേ ആർച്ചർ. കോണിൻ്റെത് മൂല. ഒരു മൂല. അതെ, ചോളം ചോളം ചോളം. തിരുവനന്തപുരത്തിന്റെ മൂലയെന്ന് പറയുന്നത് കുമിനല്ല ഇട്ടത്. കുമ്മിനായിട്ട് അല്ല, കുമിനല്ല ഇട്ടത്. ഇതാ ഇട്ടത്. അതേ പറയാം, കുമിനല്ല ഇട്ടതെന്നാണ്. ദേ കണ്ടേ വിരലിന്റെ പാട് കണ്ടോ? ഇതിനകത്ത് വിരലിന്റെ പാടില്ലായിരുന്നു. അതിനകത്ത് വിരലിന്റെ പാട് നേരത്തെ ഇതിലില്ലായിരുന്നു. കണ്ട, ഇതിനാണ് ഒബ്സർവേഷൻ സ്കിൽ എന്ന് ഒബ്സർവേഷൻ ചെയ്യാം അങ്ങോട്ട്. ഇത് ആരെവിടെ ഇത് വെന്തു കുറച്ച് റെഡി. ഇതൊന്ന് മടക്കി എന്തോ ചെയ്താണ്. ഡ്രൈ ആക്കണം. ഡ്രൈ ഡ്രൈ ആക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. മൈദ, ചോളപ്പൊടി, പിന്നെ മലയാള ഭാഷയല്ല, പിന്നെ കുമിൻ പൗഡർ, ജീരകപ്പൊടി ശകലം, മല്ലിപ്പൊടി, നമ്മളെ വറ്റൽമുളക് പൊടിച്ചത്, ചില്ലി ഫ്ലേക്സ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും. ഉപ്പിടുന്നു. ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇവരോട് നമുക്ക് പിന്നെ നമ്മൾ കുറച്ച് ഗാർലിക് വരി ഇടുന്നുണ്ട്. ഗാർലിക് ഇടുന്നുണ്ട്. ഉപ്പ് പിന്നെ ഇട്ട് പിന്നെ നമ്മൾ കുറച്ച് ഒറിഗാനോ. ഇതിന്റെ മലയാളം നമുക്ക് അറിയത്തില്ല, നിങ്ങൾ ഗൂഗിളിൽ നോക്കി പഠിക്കുക. ഓക്കെ, ക്ലാസ്സിൽ താറ് പറഞ്ഞു തന്നില്ല. പിന്നെ ശകലം ഒരു നുള്ള പെപ്പർ. കൈയുടെ പാടുക. ഇത് കുരുമുളകാ. ഇതാ ഒറിഗാനോ. ഒറിഗാനോ പക്ഷെ കൈന്റെ പാടില്ല. കൈന്റെ പാടില്ലെങ്കിൽ പുള്ളി ഇങ്ങനെ ആക്കി കാണും. ചെടുത്തതിന് ശേഷം തെളിവ് നശിപ്പിച്ചു. ഇതല്ലേ ഒറിഗാനോ. നമ്മളിപ്പോ 2 കോഴിമുട്ട എടുക്കുന്നു. അതിനകത്തേക്ക് ഇടുന്നു. കോഴിമുട്ട എടുത്ത് തട്ടുന്നു. ഇതിനകത്തോട്ട് പൊട്ടിച്ചിടുന്നു. 2 കോഴിമുട്ട എടുത്ത് പൊട്ടിച്ചങ്ങോട്ട് ഇടുന്നു. പതുക്കെ ശേഷം ഞാൻ മടുത്ത് തളർന്നു. ഇത് നമുക്കിതെടുത്ത് അങ്ങനെ വെക്കണ്ടേ? പതുക്കെയാണ് ഇതിലും പതുക്കെ ചെയ്ത് കഴിഞ്ഞാൽ എപ്പിസോഡ് 1 മണിക്കൂറാവും. ഞാൻ ഇങ്ങോട്ട് നിന്നോ, ഞാൻ നിർത്തിട്ട് പിന്നെ പിന്നെ മനസ്സിലായോ? എന്തൊക്കെയോ മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഷെഫിനെ പറ്റി മനസ്സിലാവുന്നുണ്ട്. പൊളിഞ്ഞു. അല്ല ഇതിങ്ങട് അത് ഒറിഗാനോ അല്ലേ? എന്റെ കൊറിയാണ്ടർ പൗഡർ കാണുന്നില്ല. അത് നമ്മൾ അതിനകത്ത് കൊറിയാണ്ടർ പൗഡർ എടുത്ത് കണ്ടോ? കൊറിയാണ്ടർ പൗഡർ എടുത്ത് 2 എണ്ണം ഉണ്ടോ ഒരേപോലെ ഇരിക്കുന്നത്. അത് തന്നെ ഇവിടെ കുറച്ച് മല്ലിപ്പൊടി ഇല്ലല്ലോ അതിന്റെ കൊറിയാണ്ടർ എന്ന് പറയുന്നത്. എന്തുവേണേ ഇത് ഇവിടെ ഉണ്ട്. നമുക്ക് അതെടുത്തിട്ട് പഠിപ്പിച്ചു തന്നില്ല. ഇനി നമ്മളിതേ ഇതിന്റെ അകത്തേക്ക് ഇടുന്നു. ഒരു 5-6 ഇട്. പുള്ളി ഫുള്ള് ഇടേണ്ടതാ. പുള്ളി 2 എണ്ണം ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നോക്കിയിരിക്കുന്ന. അയ്യോ, എണ്ണ വെജിറ്റബിൾ ഓയിലോ എന്ത് ഓയിലാണേലും കുഴപ്പമില്ല. നല്ല വെജിറ്റബിൾ ഓയിലാണ്, ഇല്ലെങ്കിൽ ഒലിവ് ഓയിലാണ്. നീ എണ്ണ ഒഴിക്കട്ടെ ഇങ്ങോട്ട്. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. റെഡി. ഇനി എണ്ണ തിളക്കട്ടെ. എണ്ണയ്ക്ക് എന്താണ് എണ്ണ തിളച്ച് മിക്സ് ചെയ്ത് പോവാം. ഇനി ബ്രെഡ് മുട്ടയിലോട്ട് ആക്കിയിട്ട്
ഓക്കെ, മുട്ടയിലോട്ട് നമ്മൾ എന്താ പറയുക ഡിപ്പ് ചെയ്ത് പിന്നെ ബ്രെഡ്. എന്താണ് ഇത്ര ചിരിക്കാൻ? എടുത്തതാ പറഞ്ഞോ. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ നമ്മൾ ഇതാക്കി സൈഡിൽ വെക്കുന്നു. ഓക്കെ, നമുക്ക് ഇതായിട്ട് തുടങ്ങി. പക്ഷെ സംഭവം കൊള്ളാട്ടോ. 2-3 ഇനി വേണോ? ഇത്രയും പോരെ? പോരെ, നമ്മൾ തന്നെ തിന്നണം. നമ്മുടെ എണ്ണ ഇതായില്ലല്ലോ. അത് ഇടുമ്പോ ചിലപ്പോ ഇങ്ങനെയാ. ആയി. ഓ, ഞാൻ പറഞ്ഞത് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. ഒരു വെടിക്ക് 3-4 പക്ഷി. മോനെ ഗോൾഡൻ ഫ്രൈ. ഞാൻ ഇവിടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. വെരി മച്ച് എണ്ണ. അതേതോ, ഓ അത് നല്ലപോലെ വന്നു ഓൾറെഡി. നമുക്ക് തട്ടണ്ടേ? തട്ടണ്ടേ അല്ലല്ലോ, ഇത് ഇളക്കണ്ടേ? ഓ, ശരിക്കും ഫിഷ് ഫിംഗേഴ്സ് പോലെ തന്നെ ഇരിക്കുന്നു. ഡിഷ് ഫിംഗേഴ്സ്. എന്തോ കാണിക്കുന്നു? മാറി ഞാൻ എന്തോ ചേട്ടാ, ഇത് ഞാൻ ആദ്യമേ കുറച്ച് വൃത്തിയായിട്ട് ചെയ്ത് മാറ്റി. ഞാനിതൊന്ന് ഇളക്കട്ടെ? സമയമായില്ല. സമയം കാലം ഇതൊക്കെ നോക്കിട്ട് എപ്പോഴാ ഇനി? അല്ലാതെ ചേട്ടൻ അമ്പടാ. ഞങ്ങളുടെ വാട്ടർമെലൻ ഫിഷ് ഫിംഗേഴ്സ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ പരീക്ഷിക്കാം. കുട്ടികളുടെ ഫസ്റ്റ് ടൈം ആണെങ്കിൽ പോലും കട്ടക്ക് നിന്നു. കൺഗ്രാജുലേഷൻസ്. ഐ ആം റിയലി അപ്രീഷിയേറ്റിംഗ് ഇറ്റ്. കൺഗ്രാജുലേഷൻസ്. വെരി ഗുഡ്. യെസ്, നമ്മളുടെ അവസാനത്തെ പ്ലേറ്റിംഗിന്റെ ഭാഗത്തോട്ടാണ്. അടിപൊളി. അമ്പ കുറച്ച് ഒറിഗാനോ കൂടെ ഇട്ടോ. കുറച്ച് ഒറിഗാനോ. ഒരു പിഞ്ച് ഒറിഗാനോ കൂടെ. സുണ്ടല്ലേ? നമുക്ക് കുമിൻ വേണ്ട. കോമഡി എന്താ പറയാ? എന്റെ ഇടയിൽ ചോദിക്കുക ഇതിൽ ഏതാ ഞങ്ങളുടെ? അത് കണ്ടറിയില്ല. നമുക്ക് എനിക്ക് ഡൗട്ട് ആയിട്ടോ. അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ? ടേസ്റ്റ് ചെയ്യണ്ടാകില്ല? ഡിപ്പ് ചെയ്യാം. ഇതിനകത്ത് നമ്മൾ ആദ്യം ഉണക്കമീട്ടുകൊണ്ട് ഒരു ഫിഷിന്റെ ഒരു ഫിഷ് ഫിംഗേഴ്സിന്റെ ഓൾമോസ്റ്റ് സിമിലർ ടേസ്റ്റ് ആവണം. ഞാനത് ആലോചിക്കുന്നത് എന്തിനായിട്ടേന്ന്. കാരണം ഇതിനകത്ത് ഫിഷ് ഫിംഗേഴ്സ് നമ്മുടെ വീട്ടിലെ ഫിഷ് ഫിംഗേഴ്സ് വാങ്ങിക്കാൻ ടെക്നിക്കലി ഡിഫിക്കൽട്ടി ഉണ്ട്, ഇല്ലെങ്കിൽ വാങ്ങിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ആ ഡിപ്പായിട്ട് കഴിച്ചു നമുക്കിങ്ങനെ എടുത്ത് ഡിപ്പായിട്ട് ക്രിസ്പിനെസ് ഉണ്ട് നന്നായിട്ട്. നല്ല കഴിക്കുന്ന കാണുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ട്. ഒരാൾ വായി വെള്ളം ഇറക്കൊണ്ടിരിക്കും. ബട്ടർ ശരി, ഒരു ഫ്ലേവർ ഔട്ട് ചെയ്യാനാണ്. ഇനി ഒന്ന് കഴിച്ചു നോക്കി. ഇതിന്റെ അകത്ത് ഞാൻ ബട്ടർ ഉള്ളത് എടുക്കട്ടെ? ബട്ടർ ഉള്ളത് എടുക്കുക, അതങ്ങ് ഫിനിഷ് ചെയ്യും. ഇത് നിൽക്കും, ബട്ടർ ഉള്ളത് ആദ്യം എടുത്തിട്ട് എടുത്തു. എടുത്തപ്പോഴത്തേക്കും ഇച്ചിരി മയോണൈസ് കിട്ടുമോ? ഓക്കെ. അപ്പോൾ ശരിക്കും ഫിഷ് ഫിംഗേഴ്സ് കഴിക്കുന്ന പോലെ തന്നെയാണ്. ഒരു ഡിഫറൻസ് അറിയുന്നില്ല അല്ലേ? ഫിഷ് ഫിംഗേഴ്സിന്റെ ടേസ്റ്റ് തന്നെ അല്ലേ? അല്ലേ? ഇത് കഴിച്ചില്ലേ? അത് കഴിക്കണം. എനിക്ക് ഇത് കഴിച്ചു തീർത്തിട്ടാണ്. ഇത് വെറൈറ്റി ചെയ്ത് വേറെ ഒന്ന് കഴിച്ചോക്കട്ടെ. ഈ KFCയും പിന്നെ KFC കോപ്പി അടിച്ച് CFC എന്നൊക്കെ പറഞ്ഞിറങ്ങുമല്ലോ, അതുപോലെ സംഗതി ഷേപ്പ് ഉണ്ടോ ഇല്ല. സംഗതി അടിപൊളിയാണ്. ഷെഫ് സർട്ടിഫൈ ചെയ്തു. താങ്ക് യു. ബട്ടർ ഇട്ടപ്പം എന്നെ ചിലർക്കൊന്നും ഒരു വിലയില്ല. അങ്ങനെ നമ്മള് രണ്ടാമത്തെ ഐറ്റം നമ്മൾ സക്സസ്ഫുള്ളി
കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഒരെണ്ണം എടുക്കുക. ആ ബട്ടർ ഇട്ടപ്പം വേറൊരു ഇച്ചിരി കൂടെ ഫ്ലേവറായി. റിച്ച് ആവും, കുറച്ചുകൂടെ റിച്ച് ഫ്ലേവർ ഉണ്ടാക്കാൻ പറ്റും. ശരിക്കും ഫിഷ് ഫിംഗേഴ്സ് വേണമെങ്കിൽ നമ്മൾ സോട്ട് ചെയ്യുന്ന സമയത്തോ ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒറിഗാനോ ഒക്കെ ഇട്ട് ലേശം ബട്ടർ ഇട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ബട്ടറിൻ്റെ ഫ്ലേവർ ഉണ്ടാവും. അടിപൊളി. ഓക്കെ, അപ്പം എന്തായാലും എങ്ങനെയുണ്ടായിരുന്നു അഖിൽ ചേട്ടാ ഈ ഒരു സ്പെഷ്യൽ അല്ലേ വാട്ടർമെലൺ ഫിഷ് അല്ല ഫിംഗേഴ്സ്? ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. വലിയ പെട്ടെന്നല്ല, സമയമെടുക്കും. എന്നാലും അല്ല പെട്ടെന്നല്ല ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറഞ്ഞില്ല. പക്ഷെ ഇത് നമ്മളിപ്പോൾ വ്യത്യസ്തമായ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും വരുമ്പോഴോ ഒക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ വലിയ ചിലവില്ലല്ലോ. വലിയ ചിലവില്ല. ഒരു തണ്ണിമത്തനും മുട്ടയും. ഇല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ നമുക്ക് മീനിന്റെ തലയോ അങ്ങനെ എന്തെങ്കിലും സാധനമില്ലേ, മത്തിയുടെ മുള്ളോ ഒക്കെ എടുത്ത് തിളപ്പിച്ച സ്റ്റോക്ക് വാട്ടർ എടുത്താൽ മതി. ആ സ്റ്റോക്ക് വാട്ടറിനകത്ത് ഈ തണ്ണിമത്തൻ്റെ തണ്ട് ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങിയെടുത്തിട്ട് അതിനെ തണുക്കാൻ വിടണം. തണുക്കാൻ വിട്ടതിന് ശേഷം അത് ബട്ടർ പേപ്പർ വെച്ചിട്ടോ ടവല് വെച്ചിട്ടോ ഒന്ന് ബട്ടർ പേപ്പറിന്റെ വെള്ളം ഡ്രൈ ഔട്ട്. അപ്പൊ നമ്മുടെ കൂടെ ഈ 2 എപ്പിസോഡായിട്ട് അഖിൽ ചേട്ടനുണ്ട്. അപ്പം അടിപൊളിയായിരുന്നു അല്ലേ? നമുക്കാണെങ്കിൽ പ്രോഗ്രാം തന്നെ വലിയ ഹിറ്റാണ്. കുക്ക് അതെ, അപ്പം എന്തായാലും അഖിൽ ചേട്ടന് പോകുന്നതിന് മുമ്പ് നമ്മുടെ 2 എപ്പിസോഡ് നിന്നാണല്ലോ. അപ്പൊ ഈ എപ്പിസോഡിൽ നമുക്ക് കുറച്ച് ഗിഫ്റ്റ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നെ കഴിഞ്ഞ ആഴ്ച വിളിച്ചിരുന്നു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അണ്ണാ എന്താ മോനെ അമ്മ പുട്ടടിച്ച് നടുവടിഞ്ഞ അവരടുത്ത് വേറെ എന്തെങ്കിലും തരാൻ പറയാം. ഞാൻ പറഞ്ഞത് ഇവിടെ അത്രേ ഉള്ളു. പക്ഷെ ഇന്നും എനിക്ക് തോന്നുന്നു പുട്ടുപൊടിയാണ്. അങ്ങനെ തന്നെ വേണോടാ, എനിക്ക് അങ്ങനെ തന്നെ വേണം. വീട്ടിൽ പുട്ട വീണ്ടും പുട്ട്. നമ്മുടെ മേജർ ഇത്തിരി പൊടിക്ക് ഒത്തിരി പുട്ട് നമ്മൾ പച്ച വെള്ളത്തിലിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഭയങ്കര എളുപ്പമായിട്ടുള്ള മേജർ പുട്ടുപൊടിയാണ്. അതെ, ബാക്കിയെല്ലാം ഫാം ഹൗസിന്റെ നെയ്യും വെണ്ണയും വേർതിരിക്കാത്ത യഥാർത്ഥ പശുവിൻ തൈരും പാലും ഉള്ള നമ്മുടെ ഫാം ഹൗസിന്റെ. കൺഗ്രാറ്റുലേഷൻസ്. ഫുഡ് ടേസ്റ്റ് ആവാൻ ഉപ്പ് വേണമല്ലോ. ഉപ്പ് നല്ല ഉപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ ടേസ്റ്റോ ഫുഡ് പ്രൊഡക്ട്സ്. അപ്പം യെസ്, ബ്രാൻഡ് മാറ്റിയ ഗ്രാൻഡ് അത് നല്ലതായിരുന്നു. അത് മാത്രം നമുക്ക് വേറെ കൂടെ അറിയാം. ബ്രാൻഡ് മാറ്റിയ അത് നിങ്ങൾ അല്ലല്ലേ, ഇവിടെ അറിയാം. ഇവിടെ ബ്രാൻഡ് മാറിയാൽ നല്ലതാണ്. പക്ഷെ നമുക്ക് ബ്രാൻഡ് മാറിയ പ്രശ്നം തലവേദന, ഇതൊക്കെ വിഷയം ഞാനില്ല. അപ്പൊ ഡയമണ്ട് ലൈഫ്സിന് നമ്മുടെ പിക്കിളുണ്ട്, പാലട പായസം മിക്സ് ഉണ്ട്, പിന്നെ ചിക്കൻ ഫ്രൈ മസാലയുണ്ട്, ബിരിയാണി മസാലയുണ്ട്, എല്ലാം കൊണ്ടുപോകും. അപ്പൊ ഇത് നമ്മുടെ സീക്രട്ട് വൈറ്റൽസ് ബൈ JR TS ഫുഡ് പ്രൊഡക്ട്സ് ആണ്. ഇത് നമ്മുടെ റിച്ച് ഇൻ ന്യൂട്രീഷൻ, സൂപ്പർ റിച്ച് ഇൻ ടേസ്റ്റ് ആയിട്ടുള്ള എനിക്ക് തരൂ. ഇത് നേഹയ്ക്ക് എന്റെ സ്നേഹ സമ്മാനമായി. ഹാപ്പി ബർത്ത്ഡേ. സ്പൈസ് കേക്സിന്റെ ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ് കേക്ക്, ഗ്രേറ്റ് ടേസ്റ്റ്, ഗ്രാൻഡ് ട്രീറ്റ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾക്ക് അടുത്ത എപ്പിസോഡിൽ നമ്മൾ വേറെ പുതിയ കിടിലൻ ഫുഡ് ഐറ്റംസ് ആയിട്ട് ഞാൻ വിചാരിച്ചേ അടുത്ത എപ്പിസോഡ് വേറെ പുതിയ കിടിലൻ ഗസ്റ്റുമായിട്ട് കിടിലൻ ഫുഡ് ഐറ്റംസ്. കിടിലൻ ഗസ്റ്റ് ആണല്ലോ, അതിൽ പറയാനില്ലല്ലോ, ബാക്കി പറയാനില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് നിങ്ങളോട് സൈൻ ഓഫ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ പിന്നെയും ഗ്രാൻഡ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ അത്ര വരയ്ക്കും സൈനിങ് ഓഫ് ഫ്രം നേഹ മാത്യു, കുട്ടിയാക്കി ബൈ.